അപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്തെല്ലോ തിരക്ക് കാരണം ശരിയായി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഇത്. വേറെ ഒന്നല്ല, ഇന്ന് ഉച്ചക്കേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രോ പറയാനൊന്നിനും നേരം ഉണ്ടായിട്ടില്ല. കാരണം ഒരു ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ആ ക്ലാസ്സിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞ് അങ്ങനെ സമയം കിട്ടുമ്പോഴേ ഈ വീഡിയോസ് എടുക്കാനുള്ള ഒരു സാഹചര്യം വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല. കാരണം ഇന്ന് ഫുഡ് കഴിക്കാൻ ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നല്ല നാടൻ വിഭവമാണ്. അപ്പം ഞാൻ ആ കുക്കറിൻ്റെ അകത്ത് കഴുകി അടുപ്പത്ത് വെച്ച സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ വൻപയറാണ്. അപ്പോൾ വൻപയറും നമ്മുടെ കർമൂസും കൊണ്ടുള്ള ഒരു അടിപൊളി കറി, അതായത് നമ്മുടെ ഒരു കൂട്ടുകറി മോഡൽ പോലത്തെ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വൻപയർ നല്ലോണം കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അകത്ത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കർമൂസ് അല്ലെങ്കിൽ നമ്മുടെ പപ്പായ എന്ന് പറയുന്ന സംഭവമില്ലേ, അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സംഭവമാണ്. നാടൻ നല്ല ഫ്രഷ് സംഭവമാണ്, സാധനമാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ, ഉള്ളി, ജീരകം ഇവ മൂന്നും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം സാധാരണ അമ്മിയിലിട്ട് ഒതുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്സീൻ്റെ അകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ വൻപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പറയുകയാണെങ്കിൽ കർമൂസ്, നേരിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ കറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റുള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവവും കൂടിയാണ്. വേണമെങ്കിൽ നമുക്ക് വൻപയർ ഒന്ന് നേരത്തെ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പോലും സമയം വേണ്ട നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം കുറവുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പപ്പായയും കൂടി കുക്കറിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് നല്ലോണം വെന്തതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക്, ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി. കുക്കറിൻ്റെ അകത്ത് ഇട്ട് കുക്ക് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കാണില്ല, അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു പാനിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇതാ ഞാനത് നല്ലോണം ഉടച്ചിട്ട് നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ അരപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കുക. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ എരിവിൻ്റെ പാകം നോക്കി ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുരുമുളക് പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വറവ് തയ്യാറാക്കാം. അപ്പോൾ വറവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടുക്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വറുത്തിടാം കേട്ടോ. അപ്പം ഞാനിത് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കറിവേപ്പിലയും തീർന്നു, പിന്നെ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ വേഗം എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനും വിചാരിച്ച മതി ഒരു തട്ടിക്കൂട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു രീതിയിലാക്കിയത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് കടുക് താളിക്കുമ്പോൾ ഉഴുന്നും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ആഡ് ചെയ്തിട്ട് താളിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ ആ കറി അങ്ങ് റെഡിയായി. ഇനി നമുക്ക് നല്ല നാടൻ തേങ്ങ അരച്ച് വെച്ച ഒരു മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ വേറെ ഒന്നുമില്ല, നമ്മുടെ മുളക്, മഞ്ഞൾ, ഉപ്പ്, ഇത് മൂന്നും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും കൂടി അരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പുളി വെള്ളത്തിലിട്ട് പൊതിർത്ത് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ നല്ല അരപ്പ് നല്ല അടിപൊളിയാക്കി റെഡിയാക്കിയിട്ട് ഞാൻ അമ്മ മീൻ കഴുകി വൃത്തിയാക്കുന്നതിലിടയ്ക്ക് തന്നെ അരപ്പ് തയ്യാറാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിള വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വേഗം മീൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചത് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ മീൻ അമ്മ മുളകും മഞ്ഞളും എല്ലാം പുരട്ടി ശരിയാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിള വരാൻ പോകുന്നുണ്ട്. ആ സമയം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഞാൻ കറി വെക്കുന്നില്ല, കാരണം ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിലേ മക്കൾ ഫുഡ് കഴിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് ഏതായാലും പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഫിഷ് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മീൻ കറിയിൽ അങ്ങനെ ഒരുപാട് കഷ്ണങ്ങൾ ഉണ്ടാകുമ്പം അതിൻ്റെ ടേസ്റ്റ് കുറയും കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻ കറിയിൽ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഇതാ നമ്മുടെ ബാക്കി വന്ന പുളി കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മീൻ കറിക്കെല്ലാം കുറച്ച് പുളി മുന്നിട്ട് നിൽക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ആ കറി അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി നമ്മുടെ
പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ഫിഷ് മുളകും മഞ്ഞളും എല്ലാം തിരുമ്മി വെച്ച ഫിഷ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാള ആയതുകൊണ്ട് തന്നെ പ്രത്യേകം പറയണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഫിഷ് ഫ്രൈയിൽ ഞാൻ വേറെ ഒരു മസാലയും ആഡ് ചെയ്യാറില്ല. നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റൊക്കെ ഇട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. പക്ഷേ ഞാൻ ഏതൊരു ഫിഷാണെങ്കിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നാച്ചുറൽ ഫ്ലേവർ കിട്ടണമെങ്കിൽ നമുക്കതിൻ്റെ മുളകും മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും മാത്രം നല്ലോണം തിരുമിയിട്ട് മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ മസാലാസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ചെയ്യാനും വെച്ചു. അപ്പോൾ ഇന്നിപ്പം ഉച്ചയ്ക്ക് ഞാനും അമ്മയും മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതാ നല്ല മീൻകറി നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻകറി തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അരച്ച് വെച്ച നല്ല അടിപൊളി തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മത്തി മുളകിട്ട് വെക്കുന്ന ആ ഒരു ഇതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ മക്കൾ മുളകിട്ട കറി അങ്ങനെ കൂട്ടാത്തതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ അരച്ച് വെച്ച കറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിഷ് ഫ്രൈയും ഈ ഒരു ഫിഷ് കറിയും ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ധാരാളം. പക്ഷേ വെജിറ്റേറിയൻ്റെ ആൾ അമ്മ ആയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കർമൂസ് എലിശ്ശേരി, അതായത് നമ്മുടെ പപ്പായയും വൻപയറും കൊണ്ടുള്ള എലിശ്ശേരി റെഡിയാക്കിയത്. അപ്പോൾ ഇതാ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവം ഇത്ര മാത്രം. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് ആണല്ലേ എല്ലാം നല്ല നാടൻ വിഭവമാണ്. ഇപ്പോൾ ഇതാ എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ ആകെ വേർത്ത് കുളിച്ച് ഇനി നെക്സ്റ്റ് പരിപാടി കുറച്ച് സമയം വായിക്കാനുണ്ട്. അപ്പം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ട സമയം, ഫുഡ് കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക.